ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ വിശേഷത്തിലേക്ക് കടന്നാലോ. അങ്ങനെ എല്ലാവരും കാത്തിരിക്കുന്ന ആ ഒരു നിമിഷമാണ് ഇന്ന് വന്നു ചേരാൻ പോകുന്നത്. നമ്മുടെ സുധിയെ സച്ചി ഇഞ്ചം പരുവാക്കി വിടാൻ പോവുകയാണ്. അപ്പം വിടുവാണോ അതോ അവിടെ തന്നെ നിർത്തുകയാണോ എന്നൊക്കെ നിങ്ങൾക്കൊരു ആകാംക്ഷയുണ്ടല്ലോ. അപ്പം നമുക്ക് വിശേഷത്തിലേക്ക് കിടക്കാം. അങ്ങനെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന നമ്മുടെ സച്ചി ഇങ്ങ് വരികയാണ്. സുധീനെ കണ്ടിട്ട് ദേഷ്യം വന്നാണ് കേട്ടോ വരുന്നത്. ദേഷ്യം വന്നിട്ട് ഇവനെ ആരാ ഈ വീട്ടിനകത്ത് കയറ്റിയത്, എൻ്റെ ജീവിതവും തകർത്തിട്ട് ഇവന് ഒരു ഉളുപ്പും ഇല്ലാതെ ഇപ്പം ഇങ്ങോട്ടേക്ക് കയറി വന്നേക്കാണോ എന്ന് പറഞ്ഞ് കുത്തിന് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ഓടി വന്നിട്ട് സച്ചി അവനെ വിടറാന്ന് പറയുന്നുണ്ട്. പക്ഷേ നമ്മുടെ രവീന്ദ്രൻ ഒരക്ഷരവും മിണ്ടാതെ നമ്മുടെ സച്ചി ചെയ്യുന്ന ആ ഒരു കാര്യങ്ങൾക്കൊക്കെ അനുകൂലിച്ച് മാറി നിൽക്കുകയാണ്. സച്ചിയുടെ അടുത്ത് പോലും വരുന്നില്ല, സുധിയുടെ അടുത്ത് പോലും വരുന്നില്ല. നമ്മുടെ ചന്ദ്രയാണ് ഇതിനിടയിൽ വരുന്നത് കേട്ടോ. രവീന്ദ്രൻ ഇതെല്ലാം കണ്ടു നിൽക്കുകയാണ്. കാരണം ഇതെല്ലാം അവകാശപ്പെട്ടതാണ് സുധിക്ക്. സുധി ഇതെല്ലാം ചോദിച്ചു വാങ്ങിയതാണ് സച്ചിയുടെ കയ്യിൽ നിന്ന്. അതുകൊണ്ട് സുധിക്ക് അവകാശപ്പെട്ടത് സുധിക്ക് തന്നെ കിട്ടണം എന്ന ആ ഒരു തീരുമാനത്തോടു കൂടി തന്നെ നമ്മുടെ രവീന്ദ്രൻ അങ്ങ് മാറി നിൽക്കുകയാണ്. അങ്ങനെ സച്ചി ഇങ്ങ് കയറി വന്നിട്ട്, എടാ നീ എൻ്റെ ജീവിതം തകർത്തിട്ടല്ലേടാ പോയത്, എൻ്റെ ജീവിതവും കൂടി അല്ലേടാ നീ തകർത്തത്. അല്ലെങ്കിലും പണ്ടു മുതലേ നീ ചെയ്ത തെറ്റിന് ഞാൻ അനുഭവിക്കുന്നത് അതല്ലേടാ ഇപ്പം ഞാനും അനുഭവിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ സച്ചി പറയുമ്പോൾ രേവതിയുടെ ചങ്കു പൊട്ടുന്നുണ്ട്. കാരണം രേവതി ഒരു വലിയ ബാധ്യതയായിട്ട് മാറുകയാണ് അവിടെ സച്ചിക്ക്. കാരണം നമ്മുടെ സുധി കാരണമാണ് രേവതിനെ കെട്ടിയത് എന്നാണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ അത് തന്നെയാണ് സംഭവം, അത് തന്നെയാണ്. അതുകൊണ്ടാണ് രേവതിനെ കെട്ടിയത്. ഇല്ലെങ്കിൽ ഒരിക്കലും സച്ചി രേവതിനെ വിവാഹം കഴിക്കില്ലായിരുന്നു. അങ്ങനെ നമ്മുടെ സുധീനെ പിടിച്ചിട്ട് നീ ഉണ്ടല്ലോ എൻ്റെ അച്ഛനെയും കൂടെ വേദനിപ്പിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയത്. നിനക്ക് ഈ വീട്ടിൽ ഇനി സ്ഥാനമില്ല. ഇവനെ ആരാ ഇവിടെ വിളിച്ചു വരുത്തിയത്, അച്ഛനാണോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നമ്മുടെ രവീന്ദ്രനെ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. രവീന്ദ്രൻ മിണ്ടുന്നില്ലെന്നല്ല, അതിനുള്ള സ്പേസ് നമ്മുടെ സച്ചി കൊടുക്കുന്നില്ല. എന്നിട്ട് പറഞ്ഞു, എനിക്കറിയാം നിന്നെ ആരാ ഇവിടെ വിളിച്ചു വരുത്തിയതെന്ന്. ഈ നിൽക്കുന്ന സ്ത്രീ ഞാൻ അമ്മാന്ന് വിളിക്കില്ല. കാരണം അമ്മാന്ന് വിളിക്കാൻ എനിക്ക് അർഹതയില്ലല്ലോ. അതുകൊണ്ട് ഈ നിൽക്കുന്ന സ്ത്രീ ആണെങ്കിൽ നിന്നെ വിളിച്ചു വരുത്തിയത് ഈ നിൽക്കുന്ന സ്ത്രീ ആണെങ്കിൽ എല്ലാവരും കേൾക്കാൻ വേണ്ടി ഞാനൊരു കാര്യം പറയാം. ഇവനെ ഇവിടെ വെച്ച് പൊറപ്പിക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്നും പറഞ്ഞുകൊണ്ട് അവിടെ ഇരുന്ന കസേരയും ഫ്ലവർ വേഴ്സൊക്കെ എടുത്തിട്ട് എറിഞ്ഞ് പൊട്ടിക്കാന്ന് പറഞ്ഞാൽ തല തല്ലി പൊട്ടിക്കാൻ വേണ്ടി തുടങ്ങുകയാണ് സുധിയുടെ. ഏതായാലും സുധീനെ ഇങ്ങനെ പിടിച്ചു വലിച്ചതും ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ സുധി ചെന്ന് രേവതിയുടെ കാൽക്കലാണ് കേട്ടോ വീഴുന്നത്. രേവതിയുടെ കാൽക്കൽ വന്ന് വീണ് കിടക്കുന്ന ആ ഒരു രംഗം സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ദൈവം തന്നെയാണ് ഇതിനൊക്കെയുള്ള മറുപടി കൊടുക്കുന്നത്. പണ്ടൊക്കെ പിന്നെ എന്ന് പറഞ്ഞാൽ ഇപ്പോഴൊക്കെ ഓൺ ദ സ്പോട്ടിൽ തന്നെയാണ് ദൈവം ഭടേന്ന് പണി കൊടുക്കുന്നത്. അത് തന്നെയാണ് നമ്മുടെ സുധിക്ക് പണി കിട്ടിയിരിക്കുന്നത്. അങ്ങനെ സുധീനെ ആ കാൽച്ചുവട്ടിൽ നിന്നും നമ്മുടെ സച്ചി വലിച്ചു പൊക്കിയിട്ട് പറഞ്ഞു, എടാ നീ എൻ്റെ അച്ഛനുണ്ടാക്കിയ 50 ലക്ഷം രൂപയും കൊണ്ടല്ലേ നീ ഇവിടുന്ന് പോയത്. ആ തുക ആദ്യം നീ എടുക്ക്. ആ തുക ഇനിയിപ്പം എനിക്ക് അവകാശപ്പെട്ടതല്ലേ, അത് നിനക്ക് അവകാശപ്പെട്ടതല്ല. കാരണം നീ വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം കൊടുത്ത പെണ്ണ്, ആ 50 ലക്ഷം രൂപയ്ക്ക് വേണ്ടിയല്ലേ നീ അച്ഛൻ്റെ മുമ്പിൽ ആ വാഗ്ദാനം കൊടുത്തത്. എന്നിട്ട് നീ വിവാഹം കഴിച്ചില്ല. അതിനു പകരം ഞാനാണല്ലോ അവളെ വിവാഹം കഴിച്ചത്. അപ്പം ഈ തുക ആർക്കുള്ളതാ? അപ്പം ഈ നിയമമൊക്കെ അനുസരിച്ച് ഈ തുക എനിക്കുള്ളതല്ലേ. അതുകൊണ്ട് ആ തുക നീ എടുക്കുക. ആ തുക നീ എടുത്തിട്ട് ബാക്കി കാര്യം സംസാരിക്കാം. അത് വെച്ചിട്ട് ഈ വീട്ടിൽ നിന്ന് വെളിയിൽ പൊക്കോണമെന്ന് പറഞ്ഞു. ഇതൊക്കെ കേട്ടതും വല്ലാത്തൊരു ഷോക്കായി പോയിട്ടോ രേവതിക്ക്. കാരണം 50 ലക്ഷത്തിൻ്റെ കണക്ക് അപ്പോഴാണ് നമ്മുടെ രേവതി മനസ്സിലാക്കുന്നത്. തനിക്ക് 50 ലക്ഷം വില ഇട്ടോ എന്ന ആ ഒരു ചിന്തയാണ് രേവതിക്ക് കയറി വരുന്നത്. അപ്പം ഇത് കേട്ടോണ്ട് നിന്നപ്പം നമ്മുടെ സച്ചിക്ക് മനസ്സിലായി രേവതി ഇങ്ങനെ അന്താളിച്ച് നിൽക്കുകയാണ്. അപ്പോൾ സച്ചി പറഞ്ഞു, നിനക്കറിയാത്ത പല കാര്യങ്ങളും ഇവിടെയുണ്ട്. വേറെ ഒന്നുമല്ല, നിന്നെ വിവാഹം കഴിച്ചാൽ 50 ലക്ഷം രൂപ കൊടുക്കാമെന്ന് അച്ഛൻ ഇവനോട് പറഞ്ഞു. അതുപ്രകാരമാണ് ഇവന് നിന്നെ വിവാഹം കഴിക്കാൻ തയ്യാറായത്. അത് പൈസ മോഹിച്ചു മാത്രം. എന്നിട്ട് ഞങ്ങളാരും വിശ്വസിച്ചില്ല. ഞാൻ പറഞ്ഞു, പലതവണ എൻ്റെ അച്ഛനോട് പറഞ്ഞു, ഇവൻ ചതിക്കും. കാരണം എനിക്കറിയാം ഇവൻ ചതിക്കുന്ന, ഇവനാകെ അറിയാവുന്ന പണി ചതിയാണ്.
എൻ്റെ 50 ലക്ഷം രൂപ എനിക്കിപ്പോൾ കിട്ടണം, അതെനിക്ക് അവകാശപ്പെട്ടതാണ്, അതാദ്യം നീ എടുക്കടാ എന്ന് പറഞ്ഞ് വീണ്ടും കോളറയിൽ ഇങ്ങനെ കുത്തിന് പിടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് ചന്ദ്ര ഓടി വന്നിട്ട് മോനെ ഒന്നും ചെയ്യരുത്, മോനെ സുതി ഒന്നും ചെയ്യരുത്, സച്ചി നീ സുതി ഒന്നും ചെയ്യരുത്, എടാ നിന്റെ ചേട്ടനാടാ അത് എന്ന് പറഞ്ഞപ്പം ചേട്ടൻ പോലും മിണ്ടിപ്പോകരുത്, നിങ്ങളും കൂടി ഇതിന് കൂട്ടു നിന്ന് കാണും, എനിക്കറിയാം നിങ്ങളും ഇതിന് കൂട്ടു നിൽക്കും, കാരണം മകൻ്റെ എന്ത് ചെറ്റത്തരത്തിനും കൂട്ടു നിൽക്കുന്ന ഒരമ്മയാണല്ലോ നിങ്ങൾ. അതുകൊണ്ട് അമ്മയും മകനും കൂടെ എൻ്റെ അച്ഛനുണ്ടാക്കി ചോര നീരാക്കി ഉണ്ടാക്കിയ 50 ലക്ഷം രൂപ ഇവിടെ വെച്ചിട്ട് എങ്ങോട്ടാണെന്ന് വെച്ചാൽ ഇറങ്ങിപ്പോക്കോ, അതിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറഞ്ഞു, അത് പിന്നെ അത് പോയി മോനെ, അതില്ല മോനോ ആരുടെ മോന്, എപ്പോഴാണ് ഞാൻ നിങ്ങളുടെ മോനായത്, ദേ മാറി നിന്നോ, ആ 50 ലക്ഷം രൂപ ഇവിടെ വെക്കാൻ പറഞ്ഞാൽ വെച്ചോണം, അല്ലാതെ കമാന്നൊരക്ഷരം ഇവിടെ ആരും മിണ്ടരുത് എന്ന് പറഞ്ഞപ്പം അത് പിന്നെ 50 ലക്ഷം രൂപ അത് നഷ്ടപ്പെട്ടു പോയി. ഇത് കേട്ടതും ഒരൊറ്റ ചിരിച്ചു നമ്മുടെ സച്ചി. എന്നിട്ട് 50 ലക്ഷം രൂപ നഷ്ടപ്പെട്ടു പോയെന്നോ, അമ്മയും മോനും കൂടെ ദേ ഇവിടെ പല നാടകവും കളിച്ചിട്ടുണ്ട്, ഈ നാടകം ഞാൻ അംഗീകരിച്ചു തരില്ല ഒരിക്കലും. 50 ലക്ഷം രൂപ ചെക്കായിട്ടാണെങ്കിലും മതി, ദേ ചെക്കായിട്ട് ഇപ്പം ഈ സ്പോട്ടിൽ 50 ലക്ഷം രൂപ എഴുതി തരണമെന്ന് പറഞ്ഞപ്പം നമ്മുടെ രവീന്ദ്രൻ വന്ന് പറഞ്ഞു, എന്താ സച്ചി നീ പറയുന്നത്, 50 ലക്ഷം പോയിട്ട് അവന് ഉടുക്കാൻ ഡ്രസ്സ് പോലും ഇപ്പം ഇല്ല, അവന് ഭക്ഷണം കഴിക്കാനും ഒന്നുമില്ല, എവിടെന്നാ അച്ഛൻ ഇങ്ങനെയൊന്നും പറയരുത്, ഇവനുണ്ടല്ലോ വലിയ വലിയ ഹോട്ടലിൽ നല്ല ഫുഡ് കഴിക്കത്തുള്ളൂ, ഒരു തട്ടുകടയിൽ പോലും പോയി ഫുഡ് കഴിക്കാത്തവന്, അല്ല നീ ഇനിയിപ്പോൾ ഈ 50 ലക്ഷം രൂപ തിന്ന് കുടിച്ച് തീർത്തോ ഇത്ര ദിവസം കൊണ്ട്, അതാണോ പറഞ്ഞു വരുന്നത് എന്ന് പറഞ്ഞപ്പം നമ്മുടെ രവീന്ദ്രൻ വീണ്ടും വന്നിട്ട് പറഞ്ഞു, അത് മോനൊന്നും പറയണ്ട, അവന് ദൈവം തന്നെയാ ശിക്ഷ കൊടുത്തത്, അവന് 8ന്റെ പണി കിട്ടിയിട്ടിരിക്കുക. എന്ത് 8ന്റെ പണി, അത് വേറൊന്നുമല്ല, അവൻ്റെ കയ്യിൽ ഇപ്പോൾ 50 ലക്ഷം പോയിട്ട് 1 രൂപ എടുക്കാനില്ല, ജോലിയും ഇല്ല കൂലിയും ഇല്ല, അവൻ തെണ്ടി തിരിഞ്ഞ് നടക്കുക. ഇവിടുന്ന് രാവിലെ മുതൽ ഭക്ഷണം ഉണ്ടാക്കിക്കൊണ്ട് പോകുമായിരുന്നല്ലോ, ഭാമയ്ക്ക് കൊടുക്കാനാന്ന് പറഞ്ഞുകൊണ്ട്, അത് ആർക്ക് കൊടുക്കാനാന്നാ മോൻ ഓർത്തത്, അതൊരിക്കലും ഭാമയ്ക്ക് കൊടുക്കാൻ കൊണ്ടുപോയതല്ല, ഈ നിൽക്കുന്ന ഇവളുണ്ടല്ലോ, ഇവളുടെ പൊന്നു മോനെ ഊട്ടാൻ വേണ്ടി രാവിലെ ഇവിടെ നെണീറ്റ് കൊണ്ടുപോയതാ ആ ഭക്ഷണമൊക്കെ. ഇവൻ തെണ്ടി തിരിഞ്ഞൊരു ലോഡ്ജിലായിരുന്നു, ഒരാൾക്ക് പോലും നിന്ന് തിരിയാൻ സ്ഥലമില്ലാത്ത ലോഡ്ജിലായിരുന്നു ഇവൻ താമസിച്ചുകൊണ്ടിരുന്നത്. ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ സച്ചി അങ്ങോട്ട് ഉറക്ക കൈ കൊട്ടിയിട്ട് പറഞ്ഞു, അതെ ഈ 50 ലക്ഷത്തിൻ്റെ കാര്യം അത് കേൾക്കുമ്പോൾ എനിക്ക് വേദനയുണ്ട്, കാരണം എൻ്റെ അച്ഛൻ ഉണ്ടാക്കിയ പൈസയാണ്, എത്ര നാൾ കഷ്ടപ്പെട്ടിട്ടാ ആ പൈസ ഉണ്ടാക്കിയെന്ന് അറിയാലോ. പക്ഷേ ഇത് നിനക്ക് വേണോടാ, ഇത് നിനക്ക് വേണം, കാരണം നീ വലിയ ചതിയൻ തന്നെയാണ്. നീ ഒരു പെണ്ണിനെ ചതിച്ചു മുങ്ങാൻ നോക്കിയപ്പം നിന്നെക്കാളും വലിയൊരു ചതിയെത്തിയോ അങ്ങനെയൊക്കെ കാണുമല്ലേ. ഞാൻ ഓർത്തത് ഈ ലോകത്തിലെ ഏറ്റവും വലിയ ചതിയനും ക്രൂരനും വഞ്ചകനും ഒക്കെ നീയാണെന്നാ. അപ്പം നിന്നെക്കാളും വലിയ വഞ്ചകന്മാരും ഒക്കെ ഉണ്ടല്ലേ. ഏതായാലും നിന്റെ പൈസ പോയല്ലോ, എനിക്ക് അതും മതി. നീ അനുഭവിക്കണോടാ, നീ അനുഭവിച്ചിട്ടേ തീരൂ. ദേ ഇറങ്ങിക്കേ, എൻ്റെ വീട്ടിൽ നിൽക്കാൻ നിനക്കിനി അർഹതയില്ല. അച്ഛാ ഇവനോട് ഇറങ്ങാൻ പറയണം, അതോ ഞാൻ ഇറങ്ങാൻ പറയണോ എന്ന് പറഞ്ഞപ്പോഴത്തേക്കും, മോനെ നിന്റെ ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ചെയ്തോളാൻ നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു. ദേ ഇവിടെ വരാനാ നിന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞുകൊണ്ട് കയ്യിൽ പിടിച്ച് വലിച്ച് നമ്മുടെ സുധീനെ ഗേറ്റിന് പുറത്ത് കൊണ്ടുപോയി തള്ളിയിട്ടിട്ട് ഗേറ്റ് അടക്കിയത്. ഇതിൻ്റെ പുറകെ നമ്മുടെ ചന്ദ്ര ഓടി ചങ്ക് പൊട്ടി കാറാണ്. സച്ചി അരുത് സച്ചി, ചെയ്യരുത് സച്ചി, ഒരിക്കലും അവനെ ഒരിക്കലും പുറത്താക്കരുത് സച്ചി, അവൻ എന്ത് തെറ്റാ സച്ചി നിന്നോട് ചെയ്തത്, അവനൊരു അബദ്ധം പറ്റിപ്പോയതാ സച്ചി നീ അത് ചെയ്യരുത് എന്ന് പറഞ്ഞുകൊണ്ട് അല്ലമുറയിട്ട് കരയുക ചന്ദ്ര. ഇതൊന്നും മൈൻഡ് പോലും ചെയ്യാതെ പുല്ലു വില കൽപ്പിക്കാതെ നമ്മുടെ സച്ചി സുധിയെ കൊണ്ടുപോയി വെളിയിൽ തള്ളി ആ ലോക്കുമൊക്കെ ഇട്ടിട്ട് കയറിപ്പോന്ന് പൂട്ടും താക്കോലും കൈ പിടിച്ചുകൊണ്ട് കയറി റൂമിനകത്തേക്ക് നേരെ കയറി പോകുക ചെയ്തത്. നമ്മുടെ സുധി ആയിക്കോട്ടെ വെളിയിൽ നിന്ന് കരയാണ് കേട്ടോ. അമ്മ തുറക്കമ്മ, ഞാനിവിടെ നിന്ന് കഴിഞ്ഞ് നാട്ടുകാരൊക്കെ കാണൂലേ അമ്മ തുറക്കമ്മ, ഒന്ന് തുറക്കാൻ പറയമ്മ, ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്യാമ്മ, ഒന്ന് തുറക്കമ്മ എന്നും പറഞ്ഞ്
വാവിട്ട് കരയാ. ഇത് കേട്ടിട്ടാണെങ്കിൽ ചന്ദ്രയ്ക്ക് സമാധാനമുണ്ടോ? എവിടെന്ന്? ചന്ദ്രയ്ക്ക് സമാധാനം കിട്ടുന്നേയില്ല. ചന്ദ്ര വീണ്ടും ഓടിയിട്ട് രേവതിയോട് ചെന്ന് പറഞ്ഞു, എടി നിന്റെ കെട്ടിയവനോടൊന്ന് പറയടി, അതൊന്ന് പോയി തുറക്കാൻ പറ. എൻ്റെ മോൻ പാവം, അവൻ വല്ല കടുങ്കയും ചെയ്യും. ഒന്ന് പറ, അവനൊരു തെറ്റു പറ്റിപ്പോയി. അതിന് ഇവിടെ എല്ലാവരും കൂടി അവനെ എന്തിനാ ഇങ്ങനെ ക്രൂശിക്കുന്നത്? അവൻ്റെ ചേട്ടനല്ലേ, ദേ നിങ്ങളുടെ മകനല്ലേ, ഒന്ന് തുറക്കാൻ പറ. നമ്മളല്ലാതെ അവനോട് ആരാ ക്ഷമിക്കുന്നത്? നാട്ടുകാർ ക്ഷമിക്കുവോ? ഇല്ലല്ലോ. നമ്മൾ ക്ഷമിക്കാതെ അവരോട് ആരാ ക്ഷമിക്കുന്നത്? ഒന്ന് തുറക്കാൻ പറ രവിയേട്ടാ എന്നും പറഞ്ഞുകൊണ്ട് ഭയങ്കര കരച്ചിൽ. മൈൻഡ് പോലും ചെയ്തില്ല. നമ്മുടെ രവീന്ദ്രൻ അങ്ങ് കയറിപ്പോയി. രേവതി അവിടെ നിന്നു. രേവതിയോടും ആവശ്യപ്പെട്ടപ്പോൾ രേവതി പറഞ്ഞു, അമ്മയുടെ മകനെ അമ്മയ്ക്ക് നന്നായിട്ട് അറിയാലോ. ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കേൾക്കുവോ? ഒരിക്കലും കേൾക്കില്ല. അതുകൊണ്ട് ഞാൻ പോകുക എന്ന് പറഞ്ഞുകൊണ്ട് രേവതി അകത്ത് കയറിപ്പോയി. അവിടെ ഒരു ഗതിയും പരഗതിയും ഇല്ലാതെ നമ്മുടെ ചന്ദ്ര വാവിട്ട് കരയാണ് കേട്ടോ. സത്യം പറഞ്ഞിട്ടുണ്ട്, കരയുന്ന കാണുമ്പം നമുക്കൊരു ചെറിയ മനസ്സലിവൊക്കെ തോന്നിപ്പോകും. കാരണം ചന്ദ്രയുടെ വിഷമം ചന്ദ്രയ്ക്കേ അറിയത്തുള്ളൂ. മകനാണ്. അപ്പോൾ സാധാരണ മക്കൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മമാരത് ഒരു പരിധി വരെ അംഗീകരിക്കും. അതങ്ങനെയാണ്. അമ്മമാർക്കേ കഴിയൂ. അമ്മ എന്ന് പറയുമ്പോൾ അങ്ങനെയാണല്ലോ. മക്കൾ എത്ര തെറ്റ് ചെയ്താലും അത് അംഗീകരിക്കും. പക്ഷേ ഇവിടെ നമ്മുടെ ചന്ദ്രനെ ആ അമ്മയുടെ കൂട്ടത്തിൽ പെടുത്താൻ കൊള്ളില്ല. കാരണം നമ്മുടെ സച്ചിയോട് അങ്ങനെയൊക്കെയാണല്ലോ കാണിക്കുന്നത്. അപ്പം നമുക്ക് ആ ഒരു സഹതാപമോ ഒന്നും തോന്നില്ല. എങ്കിൽ പോകും കരയുമ്പോഴത്തേക്ക് നമുക്കും അറിയാതെ ഒരു ഇത് വന്നു പോകുന്നു. ഞാൻ പറഞ്ഞതാണ്, എല്ലാവർക്കും വരില്ല കേട്ടോ. കാരണം നമ്മുടെ മനസ്സിൽ ഓർക്കുന്തോടും തികട്ടി വരും. സച്ചിയോട് അത്രയ്ക്ക് ക്രൂരത കാണിച്ചിരിക്കുന്ന ഒരു സ്ത്രീ ആയതുകൊണ്ട് തന്നെ. ഏതായാലും സച്ചി റൂമിനകത്ത് കയറിയപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര വീണ്ടും വെളിയിൽ ചെന്ന് നോക്കിയപ്പോഴത്തേക്കും അവിടെ സുതി നിന്ന് വല്ലാതെ പൊട്ടിക്കരയുകയാണ്. ഒന്നാമത് ഒരു നാണക്കേടാണ്. റോട്ടിൽ ഇങ്ങനെ ഇറക്കി നിർത്തിയേക്കാന്നൊക്കെ പറയുമ്പോഴേക്കും ആരെങ്കിലും വന്നു കഴിഞ്ഞാൽ അത് വലിയൊരു നാണക്കേടായി പോകും. അതുമല്ല, ചതഞ്ഞ് വശം കെട്ടെന്ന് വേണം പറയാൻ. നമ്മുടെ സച്ചി അതുപോലെ തല്ലി ഇഞ്ചം പരുവാക്കുക എന്നൊക്കെ പറയുന്നത് പോലെ ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പം അവശ നിലയിലാണ്. ആഹാരം കഴിച്ചിട്ടില്ല, വെള്ളം പോലും കുടിച്ചിട്ടില്ല. ഇത്രയും നേരമായിട്ടും അത്രയും ഇടിയും താങ്ങിയാണ് നിൽക്കുന്നത്. അങ്ങനെ നമ്മുടെ ചന്ദ്രയുടെ ആ ഒരു വിഷമം അത് സഹിക്കാൻ പറ്റുന്നില്ല ചന്ദ്രയ്ക്ക്. ചന്ദ്ര ഓടിപ്പോവുകയാണ് സച്ചിയുടെ വാതിൽ ചെന്ന് ഇടിച്ചിടിച്ചു മോനെ എന്നല്ല കേട്ടോ, സച്ചിയുടെ വാതിൽ തുറക്കടാ, അവൻ എന്തെങ്കിലും ചെയ്യൂടാ, അവൻ പാവാടാ, അവനൊരു അബദ്ധം പറ്റിപ്പോയതാ. ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു, ഞാൻ ആരോടെങ്കിലും മാപ്പ് ചോദിക്കാടാ, ഒന്ന് തുറക്കടാ, അവന് വേണ്ടി ഞാൻ എന്താ പ്രായച്ചിത്തം ചെയ്യേണ്ടത് ഞാൻ ചെയ്യാം, തുറക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി തുറക്കുന്നില്ല. ലാസ്റ്റ് നമ്മുടെ ചന്ദ്ര രണ്ടും കൽപ്പിച്ച് നിൻ്റെ അമ്മയാടാ പറയുന്നത്, വാതിൽ തുറക്കടാന്ന് പറഞ്ഞു. ഇത് കേട്ടത് നമ്മുടെ സച്ചിക്ക് വല്ലാത്ത എന്തോ ഒരു ഫീൽ അങ്ങ് വരികയാണ്. കാരണം ആദ്യമായിട്ടാണ് ഞാൻ നിൻ്റെ അമ്മയാണ് എന്ന് ചന്ദ്ര സച്ചിയുടെ മുമ്പിൽ വെച്ച് അംഗീകരിച്ച് പറയുന്നത്. ഇതുവരെ ജനിച്ചതിൽ പിന്നെ നമ്മുടെ സച്ചി ഇതുവരെ ആ ഒരു വാക്ക് കേട്ടിട്ടില്ല. ഞാൻ നിൻ്റെ അമ്മയാണ് എന്നൊരിക്കലും ഇതുവരെ പറഞ്ഞിട്ടുമില്ല. അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പ്രവർത്തിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ സച്ചിക്ക് വല്ലാതെ സച്ചിയുടെ മനസ്സിനെ ഇതങ്ങ് സ്പർശിക്കുകയാണ് കേട്ടോ. അങ്ങനെ ഒന്നും കൂടി ഇങ്ങനെ നിൽക്കുകയാണ്. എന്ത് ചെയ്യണമെന്ന് അറിയാതെ സച്ചി ഇങ്ങനെ നിൽക്കുകയാണ്. സത്യത്തിൽ ആ ഒരു വാക്ക് കേട്ടപ്പോൾ സച്ചിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുക കേട്ടോ. കാരണം തനിക്ക് ജന്മം നൽകിയ തൻ്റെ അമ്മ തന്നെ ആദ്യമായിട്ട് മകനായി അംഗീകരിച്ചല്ലോ എന്ന ആ ഒരു സന്തോഷമാണോ, ആ നിമിഷത്തെ സങ്കടമാണോ എന്നൊന്നും പറയാൻ പറ്റില്ലാത്ത രീതിയിലാണ് നമ്മുടെ സച്ചി നിൽക്കുന്നത്. നമുക്കും സത്യത്തിൽ കരച്ചിൽ വന്നു പോകും. സച്ചിയുടെ ആ ഒരു നിപ്പും ചന്ദ്രയുടെ ആ ഒരു പറച്ചിലും സച്ചിയോട് ഒരുപാട് സ്നേഹം കൂടി വരും നമുക്ക് കേട്ടോ. കാരണം അങ്ങനത്തെ ഒരു സിറ്റുവേഷനിലാണ് നമ്മുടെ സച്ചി പോകുന്നത്. വീണ്ടും ചന്ദ്ര പറയുകയാണ് വാതിൽ തുറക്കാത്തപ്പോൾ, മോനെ നിൻ്റെ അമ്മയാടാ ഞാൻ. ഇതുവരെ ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെട്ടിട്ടില്ലല്ലോ, ആദ്യമായിട്ടല്ലേടാ ഞാൻ നിന്നോടൊരു കാര്യം ആവശ്യപ്പെടുന്നത്, തുറക്കടാ, തുറന്നിട്ട് താക്കോല് താടാ, എൻ്റെ മോനെ കേറ്റടാ എന്നിങ്ങനെ പറയുക. അതിൽ നമ്മുടെ സച്ചി വീഴുകയാണ് കേട്ടോ. സച്ചി അലിഞ്ഞു പോവുകയാണ്. സത്യത്തിൽ അമ്മയുടെ ആ ഒരു സ്നേഹം ഒന്നും അറിഞ്ഞിട്ടില്ലാത്ത ഒരു ആളാണ് നമ്മുടെ സച്ചി. പക്ഷേ തൻ്റെ അമ്മ തന്നെ മകനായിട്ട് അംഗീകരിച്ചു എന്നൊക്കെ ഇങ്ങനെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും തൻ്റെ അമ്മയുടെ ആ ഒരു വാത്സല്യമോ എന്തോ ഒരു അമ്മ എന്നുള്ള വിളി അത് മതി, ആ ഒരു അംഗീകാരം മതി നമ്മുടെ സച്ചിക്ക്. എന്തോ നമ്മുടെ സച്ചി അങ്ങ് അലിഞ്ഞു പോവുകയാണ്. ആ ഒരു നിമിഷം നമ്മുടെ സച്ചി പതിയെ വാതിൽ തുറന്ന് ആ ഒരു താക്കോല് ചന്ദ്രയുടെ കൈ കൊടുക്കുന്നു. എവിടെന്ന് ചന്ദ്ര നോക്കുവോ? ചന്ദ്ര താക്കോല് കിട്ടിയത് ഒരൊറ്റ ഓട്ടമായിരുന്നു. സച്ചിയുടെ മുഖത്ത് പോലും നോക്കിയില്ല കേട്ടോ. ഒരൊറ്റ ഓട്ടമായിരുന്നു. ഓടിച്ചെന്ന് നേരെ ആ ഒരു ഗേറ്റ് തുറക്കാൻ വേണ്ടി പരിശ്രമിക്കുകയാണ്. അപ്പോൾ ആദ്യം ഒന്നും ഗേറ്റ് തുറക്കാൻ പറ്റുന്നില്ല. കാരണം വെപ്രാളം കാരണം ഒരു സമാധാനം കിട്ടുന്നില്ല. അങ്ങനെ താക്കോലൊക്കെ തെറിച്ച് താഴെ പോകുന്നു. താക്കോലൊക്കെ സുതി എടുത്തു കൊടുക്കുന്നു. അങ്ങനെ
ഒരു തരത്തിൽ ആ ഒരു ഗേറ്റ് തുറന്ന് മോന് കുഴപ്പമൊന്നുമില്ലല്ലോ, മോൻ വാ, മോൻ കയറി വാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സുധീനെ അകത്തേക്ക് കയറ്റാണ്. സുധി പകുതി വരെ വന്നപ്പോൾ പറഞ്ഞു, ഇല്ലമ്മേ ഞാൻ വരുന്നില്ലമ്മേ, ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല, എനിക്ക് വയ്യ, ഞാൻ പോവാന്ന് പറയുമ്പോൾ, അയ്യോ എൻ്റെ പൊന്നുമോൻ അങ്ങനെയൊന്നും പറയല്ല, നീ വേറെ എവിടെ പോകാനാടാ, സാരമില്ലടാ, കാലം മായ്ക്കാത്ത മുറിവുകളില്ല, മോൻ സമാധാനപ്പെട്, ഇതിനൊക്കെ നമ്മൾ പകരം ചോദിച്ചിരിക്കും. ഇപ്പം അവർക്ക് അവസരമെങ്കിൽ നമുക്കും അവസരം വരുന്നൊരു സമയം വരും, അന്ന് നമ്മൾ ചോദിക്കും. മോനിപ്പോൾ അതൊന്നും ഓർക്കണ്ട, മോനിപ്പം വാ എന്ന് പറഞ്ഞ് അകത്തേക്ക് കയറ്റിക്കൊണ്ട് ചെല്ലുന്നത് നമ്മുടെ സച്ചി നിൽക്കാൻ പറഞ്ഞിട്ട് നമ്മുടെ സച്ചി പറയുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ, എനിക്കൊരു വാക്ക് തരണം എങ്കിൽ മാത്രം ഇവിടെ താമസിക്കാൻ പറ്റും. ആർക്ക്? സുധിക്ക്. അത് വേറൊന്നുമല്ല, ആ 50 ലക്ഷം രൂപ എൻ്റെ അച്ഛൻ എത്രമാത്രം കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണെന്ന് എനിക്കറിയാം. അതെനിക്ക് വേണ്ട, പക്ഷേ അത് എനിക്ക് എൻ്റെ അച്ഛന് കൊടുക്കണം. അതിനു വേണ്ടി ഞാൻ പറയുകയാണ്, ആ 50 ലക്ഷം രൂപ 6 മാസത്തിനുള്ളിൽ തിരിച്ചു തരാമെങ്കിൽ മാത്രം ഈ വീട്ടിൽ കഴിയാം, ഇല്ലെങ്കിൽ ഈ വീട്ടിൽ നിന്നും പുറത്തു പോകാം എന്ന് പറഞ്ഞു. ഏതായാലും ആ ഒരു സിറ്റുവേഷനിലും എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ നിൽക്കുന്ന സുധിയുടെ കയ്യിൽ 5 പൈസ എടുക്കാനില്ല. ഇനിയിപ്പം ജോലിയൊക്കെ ചെയ്ത് ഈ ഒരു 6 മാസത്തിനുള്ളിൽ 50 ലക്ഷം ഉണ്ടാക്കാൻ പറ്റുമോന്നും അറിയില്ല. അതുകൊണ്ട് ഒന്നും മിണ്ടാതെ നിൽക്കുന്ന നമ്മുടെ സുധി. അപ്പോഴേക്കും ചന്ദ്ര പറയാ, ഞാൻ തരാം, 50 ലക്ഷം രൂപ ഞാൻ തരാം, എൻ്റെ മോൻ തരും, ഞാൻ വാക്ക് തരാം, അവൻ ജോലി ചെയ്തിട്ട് ആ 50 ലക്ഷം രൂപ അവൻ തന്നോളും, അവൻ ഇവിടെ കയറ്റി താമസിച്ചാൽ മാത്രം മതി എന്ന് പറഞ്ഞപ്പം, അങ്ങനെ ചുമ്മാതെ ഒന്നും പറഞ്ഞാൽ പോരാ, ഇവൻ പറയണം. ഇവൻ്റെ അമ്മയുടെ തലയിൽ തൊട്ട് സത്യം ചെയ്ത് പറയണം, ആ 50 ലക്ഷം രൂപ 6 മാസത്തിനുള്ളിൽ എനിക്ക് തരുമെന്ന്. പറ്റുമോ? ഇവനെ കൊണ്ടത് പറ്റുമോ? എങ്കിൽ ഇവൻ ഇവിടെ താമസിച്ചോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ നമ്മുടെ സുധിക്ക് ലാസ്റ്റ് ആ ഒരു സത്യം ചന്ദ്രയുടെ തലയിൽ തൊട്ട് ചെയ്യേണ്ടി വരികയാണ്. ഏതായാലും ചന്ദ്രയുടെ തലയിൽ തന്നെ തൊട്ട് സത്യം ചെയ്തതുകൊണ്ട് ചന്ദ്ര പിന്മാറി നിൽക്കില്ല. ചന്ദ്രയ്ക്ക് ജീവനിൽ കൊതിയുണ്ട്. അതുകൊണ്ട് തന്നെ ചന്ദ്ര എത്രയും പെട്ടെന്ന് നമ്മുടെ സുധിയെ കൊണ്ട് ആ 50 ലക്ഷം ഉണ്ടാക്കിപ്പിക്കാൻ നോക്കുമെന്നും നമ്മുടെ സച്ചിക്ക് നന്നായിട്ട് അറിയാം കേട്ടോ. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിനി കാണാൻ പോകുന്നത്. ഇനി ഇതുമല്ല, ഇതിനപ്പുറം കിടിലൻ സീനുകളും കിടിലൻ എപ്പിസോഡുകളും ഒക്കെ വരാനിരിക്കുകയാണ് കേട്ടോ. അടിപൊളി വിശേഷങ്ങൾ തന്നെയാണ്. ഇനിയാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. ഇനിയാണ് നമ്മുടെ കഥയുടെ ആ ഒരു തുടക്കം, കഥയുടെ ആ ഒരു പോക്ക് എങ്ങോട്ടൊക്കെയാണെന്ന് ഏതായാലും നിങ്ങൾക്ക് മനസ്സിലാകും. നമ്മുടെ സുധി വിവാഹവും കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ പൂർത്തിയായി. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ രേവതി കുറേ കഷ്ടപ്പെടും, എങ്കിലും നമ്മുടെ സച്ചി രേവതിയുടെ ഒപ്പം തന്നെ നിൽക്കും. അപ്പോൾ ഏതായാലും ഞാൻ ഒത്തിരി നീട്ടി കഥ ബോറാക്കുന്നില്ല. അപ്പോൾ എല്ലാവരും കാത്തിരിക്കുക അടിപൊളി വിശേഷത്തിനായിട്ട്. അടുത്ത വിശേഷവുമായി എത്രയും വേഗം ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്താം. അതിനോടൊപ്പം തന്നെ നമ്മുടെ പുതിയ ചാനലായ ചിന്നൂസ് വേൾഡിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ ഇട്ടിട്ടുണ്ട്. അതിൽ നമ്മുടെ ഗീതുവിൻ്റെയും ഗോവിന്ദൻ്റെയും കഥ, അതുപോലെ നമ്മുടെ ഗൗതമിൻ്റെയും നന്ദയുടെയും കഥ ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും മറക്കാതെ ഒന്ന് പോയി കാണണേ. ഞാൻ കമൻറ്റ് ബോക്സിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ചിന്നൂസ് വേൾഡ് എന്നാണ് നമ്മുടെ ആ ഒരു ചാനലിൻ്റെ പേര്. അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുമെന്നൊക്കെ വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഒരുപാട് സ്നേഹവും നന്ദിയൊക്കെ പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അടുത്ത വിശേഷമായിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ.